പൊതുവായിട്ട് എൻ്റെ വീഡിയോയിലെല്ലാം തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ദിസ് ഇസ് ഡോക്ടർ അജ്ന സലീം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹോം റെമഡീസ് പല്ലിൽ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യരുത്. ഇത് നിങ്ങളുടെ പല്ലിൻ്റെ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാക്കാനാണ് കാരണമാകുന്നത്. നമ്പർ 2, ടീത്ത് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്വയം ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് ടീത്ത് വൈറ്റനിങ് പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട് അല്ലേ. ടൂത്ത് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകളുണ്ട്, അതുപോലെ ടൂത്ത് വൈറ്റനിങ്ങിനായിട്ടുള്ള സ്ട്രിപ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഇനാമലിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇനാമലിനെ ഇത് ദോഷമായിട്ട് ബാധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ പെട്ടെന്ന് സെൻസിറ്റിവിറ്റി തുടങ്ങാനും അതുപോലെ ഇനാമൽ നശിച്ചു പോകാനും ഒക്കെയുള്ള കാരണമാകാറുണ്ട്. ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ടൂത്ത് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റുകൾ യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ ടൂത്ത് വൈറ്റനിങ് സ്ട്രിപ്സ് യൂസ് ചെയ്യാമോ എന്നൊരു അഡ്വൈസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പോളിഷിങ് ചെയ്തതിന് ശേഷം മാത്രം ഈ ടീത്ത് വൈറ്റനിങ് സ്ട്രിപ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു ട്രെൻഡാണ് ആൾക്കാർ തിരിച്ച് ഉമ്മുക്കരിയിലോട്ട് പോയി പല്ല് തേക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. കാരണം ഉമ്മുക്കരി എന്നൊക്കെ പറയുന്നത് വളരെ അബ്രസീവ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പണ്ട് കാലത്ത് ടൂത്ത് പേസ്റ്റ് ഇല്ലാതിരുന്ന സമയത്ത് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയ സ്ഥിതിക്ക് നമ്മൾ ഇനിയും ആ പഴയ കാലത്തിലോട്ട് പോകേണ്ട കാര്യമില്ല. അത് തീർച്ചയായിട്ടും പല്ലിൻ്റെ ഇനാമൽ തേച്ച് കളയും, നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കാനും കാരണമാകും. അതുമാത്രമല്ല, പല്ല് കൂടുതൽ മഞ്ഞയാവാൻ വേണ്ടി കാരണമാകും. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. ഇനാമലിൻ്റെ തിക്നെസ് ആണ് പല്ലിൻ്റെ കളർ നിശ്ചയിക്കുന്നത്. ഇനാമൽ നമ്മൾ ഈ അബ്രസീവ് ആയിട്ടുള്ള അഥവാ തേഞ്ഞു പോകുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ല് തേച്ച് കളയും തോറും ഇതിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഡെൻറ്റൈൻ ഒരു സ്ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള ലെയറാണ്. ഇനാമൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലൂസൻ ലെയറാണ്. അപ്പോൾ എത്രത്തോളം ഇനാമൽ തേഞ്ഞു പോകുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ താഴെയുള്ള ഡെൻറ്റൈൻ്റെ കളർ ഷെയ്ഡ് വെളിയിലോട്ട് അറിയാൻ തുടങ്ങും. ഉമ്മക്കരി പോലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ ഇനാമലിൻ്റെ തിക്നെസ് കുറയുകയും കൂടുതൽ പല്ല് മഞ്ഞയായിട്ട് തോന്നാനും കാരണമാകും. ഈ ഉമ്മക്കരിയൊക്കെ നമുക്ക് ഒരു ഇപ്പോൾ സ്റ്റെയിൻസ് ഉണ്ട് എങ്കിലൊക്കെ കുറച്ച് രീതിയിലൊക്കെ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല്ലും തേഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മക്കരിയൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. ഇത് നിങ്ങൾക്ക് പല്ലിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. വായിൽ എല്ലാ മാസവും നിങ്ങൾ പരിശോധിക്കണം. ഓറൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ പോലെ തന്നെ നമുക്ക് സ്വയം പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ് വായിൽ ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങളോ അൾസറുകളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡെന്റൽ സർജനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെ ക്യാൻസർ സ്വയം ഐഡന്റിഫൈ ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് ആ വീഡിയോ കാണുക. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മാസവും നിങ്ങൾ വായിൽ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ 6 മാസം കൂടുമ്പോഴും ഒരു ഡെന്റൽ കൺസൾട്ടേഷന് വിധേയമാകുക. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു ഡെന്റൽ കൺസൾട്ടേഷന് വിധേയമാകുക. കാരണം എന്തെങ്കിലും തരത്തിലുള്ള വായുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചുകളോ അല്ലെങ്കിൽ ദന്തരോഗമായിട്ടുള്ള ചേഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏർലി ആയിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ വായ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിൻ്റെ കണ്ണാടി പോലെയാണ്. നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന പല സിസ്റ്റമിക് ഡിസീസുകൾക്കും വായിൽ ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. വായുടെ ആരോഗ്യം ശരിയല്ലെങ്കിൽ ജനറലായിട്ടുള്ള ഹെൽത്തിനെയും അത് മോശമായിട്ട് തന്നെ ബാധിക്കാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, മോണരോഗമുള്ള ഒരാൾക്ക് ഡയബറ്റീസ് വരാനും അതുപോലെ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് മോണരോഗം വരാനും ഹൃദ്രോഗം വരാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അക്കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഹോം റെമഡീസിൽ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ദിസ് ഇസ് ഡോക്ടർ അജ്ന സലീം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നാണല്ലോ. നിങ്ങൾ കെയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.